Hi all, welcome back. ഇത് നമുക്ക് നമ്മൾ ചെയ്ത ഫസ്റ്റ് ജാവ പ്രോഗ്രാമിന്റെ സ്കെൽറ്റൻ ഒന്ന് നോക്കാം. അതിൽ എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടതെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയാം ഫസ്റ്റ് തന്നെ നമ്മൾ ഒരു പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് പ്രോജക്റ്റ് എന്നുള്ളായിരുന്നു നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്ന പേര്. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു പാക്കേജ് ആണ് ക്രിയേറ്റ് ചെയ്തത്. ഈ പാക്കേജ് com.programs എന്നാണ് നമ്മൾ പേര് കൊടുത്തത്. അപ്പോൾ നിങ്ങൾ ജാവ പ്രോഗ്രാം ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഏറ്റവും ടോപ്പിൽ കാണാൻ വേണ്ടി പറ്റുന്നത് നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത പാക്കേജിന്റെ പേരാണ്. അതായത് com.programs എന്നുള്ള ആ പാക്കേജിന്റെ പേരായിരിക്കും നിങ്ങൾ ഫസ്റ്റ് കാണുന്നത്. പിന്നെ ഇതിലേക്ക് നിങ്ങൾ എന്തെങ്കിലും ഇമ്പോർട്ട്സ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മുടെ ഈ ബേസിക് പ്രോഗ്രാമിന് ഇമ്പോർട്ട്സ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ചില ലൈബ്രറീസ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യേണ്ടി വരും. അതായത് നമ്മുടെ C++ലും സിയിലൊക്കെ കാണുന്ന പോലത്തെ ലൈബ്രറീസ് നമുക്ക് ബേസിക് പാക്കേജ് ആയിട്ട് നമുക്ക് ജാവയിലേക്ക് നമ്മൾ ഇമ്പോർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. അതിന്റെ ഫീച്ചേഴ്സ് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് ബിൽഡ് ഇൻ പാക്കേജസ്. ആ കേസിൽ നമുക്ക് ആ പാക്കേജസിനെ ഇമ്പോർട്ട് ചെയ്യാനായിട്ടുള്ള ഒരു ഇമ്പോർട്ട് എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ മുകളിൽ കാണും. ഈ പ്രോഗ്രാമിന് അതിന്റെ ആവശ്യമില്ല. ഇനി വരുന്ന പ്രോഗ്രാംസിൽ ഞാനത് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ അതാണ് പിന്നെ വരാനുള്ളത്. ഇപ്പൊ അതില്ല. പിന്നെ അതിനുശേഷം നമുക്ക് കാണാം നമ്മുടെ ക്ലാസ്, നമ്മൾ ക്രിയേറ്റ് ചെയ്ത ക്ലാസ്, ഈ പാക്കേജിനുള്ളിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഫസ്റ്റ് ജാവ പ്രോഗ്രാം എന്നുള്ള ഈ ക്ലാസ് നെയിം തന്നെയാണ് ഇതിനുള്ളിൽ വരുന്ന ക്ലാസ്. ഇത് രണ്ടും എപ്പോഴും ഒരുപോലെ ആയിരിക്കും. ഇനി നോട്ട് പാഡിൽ പ്രോഗ്രാം ചെയ്യുന്നവരും നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമായിരിക്കും നിങ്ങൾ സേവ് ചെയ്യുക. അതായത് പ്രോഗ്രാം ടൈപ്പ് ചെയ്തതിന് ശേഷമായിരിക്കും നിങ്ങൾ സേവ് ചെയ്യുക. അപ്പൊ നിങ്ങൾ കൊടുത്ത ഈ ക്ലാസ് പ്രോഗ്രാം, ഈ ക്ലാസ് നെയിം തന്നെ കൊടുത്തിട്ട് വേണം ആ ഫയലും സേവ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ അതാണ് നിങ്ങൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കാനുള്ളത്. അപ്പൊ ഇത് രണ്ടും സെയിം ആയിരിക്കും. ഡിഫറെന്റ് വരുന്ന കേസസ് ഉണ്ട്, അത് നമുക്ക് പിന്നീട് നോക്കാം. തൽക്കാലം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഏത് പ്രോഗ്രാം നിങ്ങൾ ചെയ്താലും അതിന്റെ ക്ലാസ് നെയിമും നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത ഈ നെയിമും സെയിം ആയിരിക്കും എന്നുള്ളതാണ്. ഇനി ഇതൊരു കീവേഡ് ആണ്. ഓക്കെ, കീവേഡ് എന്ന് പറയുന്നത് നമുക്ക് വേറെ യൂസ് ചെയ്യാൻ പറ്റില്ല. ജാവ തന്നെ റെസ്ട്രിക്റ്റഡ് ആയിട്ട് എടുത്ത് വെച്ചിരിക്കുന്ന വേർഡ്സിനെയാണ് നമ്മൾ കീവേഡ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ക്ലാസ് എന്നുള്ളത് കീവേഡ് ആണ്. പബ്ലിക് എന്ന് പറയുന്ന ഒരു കീവേഡ് ആണ്. നിങ്ങൾക്ക് കാണാം, ഈ കളറിൽ കാണിച്ചിരിക്കുന്ന ഒരു കളർ ഡിഫറൻസ് ഇവിടെ കാണുന്നില്ലേ? ഈ കളർ ഡിഫറൻസിൽ കാണിച്ചിരിക്കുന്ന എല്ലാം തന്നെ കീവേഡ്സ് ആണ്. പാക്കേജ് അതുപോലെ തന്നെ ഒരു കീവേഡ് ആണ്. അപ്പൊ ക്ലാസ് എന്നുള്ള കീവേഡ് വെച്ചിട്ടാണ് നമ്മൾ ഇത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിന്റെ മുന്നിൽ നമുക്കൊരു പബ്ലിക് എന്നുള്ള ഒരു കീവേഡ് കാണാം അല്ലെ? എന്തിനാണ് ഇത് നമ്മൾ പബ്ലിക് ആക്കി വെച്ചിരിക്കുന്നത്? അപ്പൊ ഈ പ്രോഗ്രാമിനെ JVM-നെ ആക്സസ് ചെയ്യണമെങ്കിൽ ഇത് പബ്ലിക് ആയിരിക്കണം. ഇതിനകത്ത് നമുക്ക് ഈ പബ്ലിക് അല്ലാതെ കുറെ ആക്സസ് മോഡിഫയേഴ്സ് ഉണ്ട്. അതായത് പ്രൈവറ്റ്, പ്രൊട്ടക്റ്റഡ്, ഡിഫോൾട്ട് എന്ന് പറഞ്ഞാൽ വേറെയും ആക്സസ് മോഡിഫയേഴ്സ് ഉണ്ട്. ഇതിനാണ് നമ്മൾ ആക്സസ് മോഡിഫയേഴ്സ് എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ അതൊക്കെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ JVM-ന് ഇത് ആക്സസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് പബ്ലിക് ആക്കി നമ്മൾ ഈ ക്ലാസ്സിനെ വെച്ചിട്ടുള്ളത്. ഓക്കെ, ആക്സസ് മോഡിഫയേഴ്സ് നമുക്ക് പിന്നീട് എടുക്കാനുള്ള ടോപ്പിക്കാണ് കേട്ടോ. അപ്പൊ തൽക്കാലം നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മതി. കീവേഡ്സ് ആണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന, പബ്ലിക്കും ക്ലാസും. അതിനുശേഷം ക്ലാസിന്റെ പേരാണ് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം നമുക്കറിയാം, നമ്മൾ ഈ സിയിലും C++ലും കാണുന്ന പോലെ മെയിൻ എന്നുള്ള ഒരു മെത്തേഡ് ഉണ്ട് അല്ലെ? ഇന്റ് മെയിൻ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. മെയിൻ മെത്തേഡുകൾ C++ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെയുള്ള ഒരു മെത്തേഡാണിത്. മെത്തേഡ് ആയതുകൊണ്ടാണ് ഇതിന് പാരന്തസിസ് ഉള്ളത്. കണ്ടോ, ഇത് രണ്ട് പാരന്തസിസിനാണ് കൊടുത്തിരിക്കുന്നത്. മെത്തേഡിന്റെ കൂടെ എപ്പോഴും പാരന്തസിസ് ഉണ്ടാവും. അപ്പൊ ഇതാണ് നമ്മുടെ മെയിൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഈ പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ ചെയ്തിരിക്കുന്ന ഈ ലൈനാണ് നമ്മൾ മെയിൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ മെയിൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻറ്റും വോയിഡും ഒക്കെ കൊടുത്തിട്ടാണ് നമ്മൾ C++ലൊക്കെ കാണുന്നത്. പക്ഷെ ജാവയിലേക്ക് വരുമ്പോഴത്തേക്കും വോയിഡ് എന്നുള്ള ഒരു റിട്ടേൺ ടൈപ്പ് മാത്രമേ നിങ്ങൾ മെയിൻ മെത്തേഡിന്റെ കൂടെ കാണുള്ളൂ. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇവിടെ ഒന്നും റിട്ടേൺ ചെയ്യാനില്ല. ഈ മെയിൻ പ്രോഗ്രാം ഒന്നും റിട്ടേൺ ചെയ്യുന്നില്ല. അതുകൊണ്ടിട്ടാണ് നമ്മൾ ഇതിനെ വോയിഡ് ആക്കി വെച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി അതുപോലെ തന്നെ വേറൊരു കീവേഡ് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് സ്റ്റാറ്റിക് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ സ്റ്റാറ്റിക് എന്നുള്ളത് കൊടുക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാറ്റിക് ആണെങ്കിൽ നമുക്ക് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാതെ തന്നെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അതുകൊണ്ടാണ് ഇവിടെ സ്റ്റാറ്റിക് എന്നുള്ള കീവേഡ് കൊടുത്തിരിക്കുന്നത്. ഇനി അതുപോലെ ഇത് പബ്ലിക് ആയിരിക്കണം. ഇത് പബ്ലിക് ആയിരുന്നാലേ JVM-ന് ഇതും ഈ മെയിൻ മെത്തേഡിനെ ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് ഇതിനെ പബ്ലിക് ആക്കി വെച്ചിരിക്കുന്നത്. ഈ മെയിൻ പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ എന്നുള്ള ഈ ലൈൻ കുറെ എക്സ്പ്ലനേഷൻ ഉള്ളതാണ്. അത് നമുക്ക് സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം. ഇപ്പൊ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഇതാണ് മെയിൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഓരോ വേർഡിനും ഇതിനകത്ത് മീനിങ് ഉണ്ട്. അതുപോലെ ഈ വാസിരിക്കുന്ന, അതായത് ഞാൻ പറഞ്ഞില്ലേ മെത്തേഡിന്റെ ബ്രാക്കറ്റിനുള്ളിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ഇതിനെ നമ്മൾ കമാൻഡ് ലൈൻ ആർഗ്യുമെന്റ് എന്നാണ് പറയുന്നത്. അത് കമാൻഡ് ലൈനിൽ നിന്ന് വാല്യൂസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ഇതിങ്ങനെ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. നോട്ട് പാഡ് ആണെങ്കിൽ, എക്ലിപ്സ് ആണ് നിങ്ങൾ യൂസ് ചെയ്യണമെങ്കിൽ ക്ലാസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. നമ്മൾ കണ്ടല്ലോ. ഇനി അടുത്തതെന്ന് പറയുന്ന അടുത്ത സ്റ്റേറ്റ്മെന്റ് നമ്മൾ കൊടുത്തിരിക്കുന്നത് സിസ് ഔട്ട് ആണ് അല്ലെ? അതിൽ system.out.println എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇതിന് ഓരോന്നിന്റെയും മീനിങ് എന്താന്ന് വെച്ചാൽ, സിസ്റ്റം എന്നുള്ളത് ഒരു ക്ലാസ് ആണ് അല്ലെ? ക്ലാസ്സിനെ ആക്സസ് ചെയ്യുന്നു. അതിനുശേഷം അതിന്റെ ഒബ്ജക്റ്റ് ആണ്
ഔട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് അതിന് ബ്രാക്കറ്റ് ഇല്ലാത്തത്. പക്ഷെ പ്രിന്റ്എൽഎൻ എന്ന് പറയുന്ന മെത്തേഡാണ്, അതുകൊണ്ടാണ് ഇതിനിവിടെ ബ്രാക്കറ്റ് ഉള്ളത്. കണ്ടോ, ഒരു ബ്രാക്കറ്റിന്റെ ഉള്ളിൽ എപ്പോഴും മെത്തേഡ് എന്ന് പറയുമ്പോൾ ബ്രാക്കറ്റ് ഉണ്ടാവും ഞാൻ പറഞ്ഞു. കണ്ടില്ലേ, ഇവിടെയും ബ്രാക്കറ്റ് ഉണ്ട് അല്ലെ, പാരന്തസിസ് ഉണ്ട്. ഇതിന് നമ്മൾ പാരന്തസിസ് എന്നാണ് കേട്ടോ പറയുന്നത്. ഇതിനാണ് നമ്മൾ പാരന്തസിസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ സിസ് ഔട്ട് തന്നിരിക്കുന്നത് ഡിസ്പ്ലേ ചെയ്യിക്കാനാണ്, എന്തെങ്കിലും കാര്യങ്ങൾ പ്രിന്റ് ചെയ്യിച്ച് ഔട്ട് കൺസോളിൽ കാണാനായിട്ട്, ഔട്ട്പുട്ട് ആയിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിനെ കൊടുക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് എത്ര ലൈൻസ് വേണമെങ്കിലും കൊടുത്തിട്ട് ഈ സിസ് ഔട്ട് കൊടുക്കാം. സിസ് ഔട്ടിന് നിങ്ങൾക്ക് എത്ര കാര്യങ്ങൾ പ്രിന്റ് ചെയ്യിപ്പിക്കണം അത്രയും യൂസ് ചെയ്യാം. നിങ്ങൾക്ക് അടുത്ത ലൈനിലേക്ക് വരണമെങ്കിലാണ് ഈ പ്രിന്റ്എൽഎൻ എന്നുള്ളത് ഉള്ളത്. ഇനി നിങ്ങൾക്ക് വേണ്ട ഒരൊറ്റ ലൈനിൽ പ്രിന്റ് ചെയ്താൽ മതി എന്നാണെങ്കിൽ നിങ്ങൾക്ക് എൽഎൻ റിമൂവ് ചെയ്യാം. എൽഎൻ വേണ്ട, ഒറ്റ ലൈനിൽ വരണം എന്നാണെങ്കിൽ നിങ്ങൾ ഈ എൽഎൻ റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം കൂടി ഒരു ഒറ്റ ലൈനിൽ പ്രിന്റ് ആവും. ഓക്കെ, ചില പ്രോഗ്രാമിൽ നമുക്ക് എല്ലാം ഒറ്റ ലൈനിൽ പ്രിന്റ് ചെയ്യണം, പക്ഷെ സെപ്പറേറ്റ് ചിലപ്പോൾ ലൈൻസ് കൊടുക്കേണ്ടി വരും. പക്ഷെ ഔട്ട്പുട്ടിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങനെ മതി. കണ്ടോ, അപ്പൊ ഇവിടെ എല്ലാം ഉണ്ട്. അതുകൊണ്ടാണ് ഈ എന്താ ലൈൻ കഴിഞ്ഞിട്ട്, അതായത് ഈ മൈനസ് മാർക്കുകൾ കുറെ ഇങ്ങനെ വന്നിട്ടുണ്ടല്ലോ, സിമ്പിൾസ് വന്നതിന് ശേഷം ഇവിടെ വെച്ചിട്ടാണ് ന്യൂ ലൈൻ വന്നത്. കണ്ടോ, ഇവിടെയാണ് ന്യൂ ലൈൻ അടിക്കുക കേട്ടോ. ന്യൂ ലൈൻ വന്നു, അതിനുശേഷം ഹലോ വേൾഡിന് ഞാൻ എല്ലാം കൊടുത്തില്ല, എല്ലാം ഞാൻ റിമൂവ് ചെയ്തു കളഞ്ഞു. അതുകൊണ്ട് അത് അവിടെ ആ ലൈനിൽ തന്നെ, പിന്നെ ന്യൂ ലൈൻ അടിച്ചില്ല, അടുത്തതും ആ ലൈനിൽ തന്നെ പ്രിന്റായി. ഇവിടെ നമ്മളെല്ലാം കൊടുക്കാത്തത് കൊണ്ട് ഇതും ആ ലൈനിൽ തന്നെ പ്രിന്റായി. ഓക്കെ, അപ്പൊ പ്രിന്റ് എന്ന് പറഞ്ഞാലും നിങ്ങൾ ചില പ്രോഗ്രാമിൽ പ്രിന്റ് ആയിരിക്കും കാണാം. അപ്പൊ പ്രിന്റ് എന്ന് പറഞ്ഞാലും അത് ഒരു മെത്തേഡ് തന്നെയാണ്. എല്ലാം എന്നുള്ളത് കൂടി കൊടുക്കുമ്പോഴത്തേക്കും പുതിയൊരു ലൈനിലേക്ക് അത് പ്രിന്റ് ആയിട്ട് വരും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് നിങ്ങൾ ഇതിനകത്ത് മനസ്സിലാക്കാനുള്ളത്. അപ്പൊ ഇതിൽ വേറൊരു കാര്യം നിങ്ങൾക്ക് അറിയാവുന്നത്, ക്ലാസ്സിന് ബ്രാക്കറ്റ് ഉണ്ട് അല്ലെ. ലാസ്റ്റ് ഇവിടെ നമ്മൾ ക്ലോസ് ചെയ്തിരിക്കുന്നത് ഈ ക്ലാസിന്റെ ബ്രാക്കറ്റ് ആണ്. മെയിൻ മെത്തേഡിന് നമുക്ക് ഇവിടെ ഉള്ള ഈ ബ്രാക്കറ്റ് എന്ന് പറയുന്നത് ഇവിടെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇനി ഇവിടെ നിങ്ങൾക്ക് ഇനി കുറെ ബ്രാക്കറ്റുകൾ വരുമ്പോൾ, അതായത് ഇനിയും പ്രോഗ്രാം ലെങ്തി ആയി അല്ലെങ്കിൽ കുറെ മെത്തേഡുകളൊക്കെ നിങ്ങൾ ആഡ് ചെയ്തു, നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് നോക്കണമെന്ന് വെച്ചാൽ ജസ്റ്റ് ആ ബ്രാക്കറ്റിന്റെ തൊട്ട് മുന്നിൽ വന്നിട്ട് ഇങ്ങനെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഈ എൻഡിങ് ബ്രാക്കറ്റിന്റെ മുന്നിൽ വന്നിട്ട് ഇങ്ങനെ ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ളിലുള്ളത് മാത്രം സെലക്ട് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, അതുപോലെ തന്നെ പ്രോഗ്രാം നിങ്ങൾക്ക് ഒന്ന് ഫോർമാറ്റ് ചെയ്യണമെങ്കിൽ, നിങ്ങളിപ്പോൾ ടൈപ്പ് ചെയ്ത് പല സ്ഥലത്തായിപ്പോയി, ടൈപ്പ് ചെയ്താൽ കഴിഞ്ഞപ്പോൾ ഒരു ഓർഡറും ഇല്ലാതെ ഇരിക്കുകയാണെന്നാണെങ്കിൽ Ctrl+A പ്രസ് ചെയ്യാം, അത് കഴിഞ്ഞിട്ട് Ctrl+Shift+F പ്രസ് ചെയ്യാം. അപ്പോൾ ഇത് ഫോർമാറ്റഡ് ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ ഈ ബേസിക് ഷോർട്ട് കട്ട്സ് ഒക്കെ അറിഞ്ഞിരിക്കുക. അതുപോലെ സിസ് ഔട്ട് നിങ്ങൾക്ക് അറിയാലോ, സിസ് ഔട്ട് കൊടുത്തിട്ട് കാണിച്ചു തരാം. സിസ് ഔട്ട് കൊടുത്ത് ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ കണ്ടായിരുന്നു. സിസ് ഔട്ട് കൊടുത്തിട്ട് കൺട്രോൾ സ്പേസ് അടിച്ചു കഴിഞ്ഞാൽ system.out.println ഫുള്ള് വരും. നിങ്ങൾ ഫുള്ള് ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പൊ ഇത്രയാണ് മെയിൻ ആയിട്ട് നിങ്ങൾ ഈ പ്രോഗ്രാമിൽ മനസ്സിലാക്കാനുള്ളത്. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു, ബൈ.